ഹരേ കൃഷ്ണ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. പുതുവത്സരം, പൗഷമാസം, അതായത് ധനുമാസം. അത് ഈ ജനുവരി 10 സ്വർഗവാതിൽ ഏകാദശി വ്രതമാണ്. വളരെ വിശേഷപ്പെട്ട സമയമാണ് ഇത്. ഈ വർഷത്തെ ആദ്യത്തെ ഏകാദശി ആണ് സ്വർഗവാതിൽ ഏകാദശി. ഇതിന് 3 പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. സ്വർഗവാതിൽ ഏകാദശി എന്നത്, വൈകുണ്ഠ ഏകാദശി എന്ന്, പുത്രദാ ഏകാദശി എന്ന് 3 വിധത്തിൽ ഈ ഏകാദശിയെ അറിയപ്പെടുന്നു എന്നാണ്. വാസ്തവത്തിൽ ഏകാദശി എന്താണ്? ഏകാദശി വ്രതം എന്നുള്ളത് അത് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളതാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവാം. മിക്കവാറും ആളുകൾക്ക്, പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർക്ക്, ഏകാദശി എന്നതിനെക്കുറിച്ച് വലിയൊരു വിവരമൊന്നുമില്ല എന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കാറുള്ളത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മുർച്ഛതേ. അതായത് എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും മുഴുവൻ ഉദ്ദേശം എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ പറയും, എല്ലാത്തിനും ഫലം കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. കാരണം എന്താ? ഭഗവാൻ എല്ലാത്തിനും സുഹൃതം സർവമാത്മാനം, അതായത് സർവലോകാനം, എല്ലാവരുടെയും സുഹൃത്താണ് ഭഗവാൻ. സുഹൃത്തിന് ഹൃദയനാഥനായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ ഭഗവാനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ശാന്തി സമാധാനം ഉണ്ടാവുന്ന പറയും. ഒരു 500 രൂപയുടെ നോട്ട് കയ്യിലെടുക്കുക. നമ്മൾ 500 രൂപയിൽ 10 രൂപ അടങ്ങിയിട്ടുണ്ട്, 100 രൂപ അടങ്ങിയിട്ടുണ്ട്, 200 രൂപ അടങ്ങിയിട്ടുണ്ട്, 300 രൂപ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ 500 രൂപയിൽ എല്ലാ നോട്ടുകളും ഇൻക്ലൂഡാണ്. ഇതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരും സന്തോഷിച്ചു എന്നാണ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കും, പത്മനാഭസ്വാമി, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. വാസ്തവത്തിൽ പത്മനാഭസ്വാമി എന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാഗവതം, ഭഗവത്ഗീത ഏതാണ് നമ്മളുടെ പ്രമാണമായിട്ട് പറയേണ്ടതായിട്ടുള്ളത്. അതായത് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറയുന്നു, ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം ഏകോ ദേവോ ദേവകീപുത്രയേവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാദേവം തസ്യ ദേവസ്യ സേവ. ഏകം ശാസ്ത്രം, നമ്മളുടെ ധർമ്മശാസ്ത്രം ഏതാണ്? സാക്ഷാൽ ഭഗവത്ഗീത. നമ്മളുടെ പുരാണം ഏതാണ്? സാരം സമുദ്രതം, സകല പുരാണങ്ങളുടെയും എസൻസ് ആണ് ശ്രീമദ് ഭാഗവതം എന്നത്. ഏകോ ദേവോ ദേവകീപുത്രയേവ, ഒരേ ഒരു ദേവൻ ആരാ? വാസ്തവത്തിൽ ദേവദേവൻ ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ദേവകി ദേവിയുടെ പുത്രനായിട്ടുള്ള ഭഗവാൻ. ഏകോ മന്ത്ര, ഒരു മന്ത്രം, ഒരു ഈശ്വരൻ, ഒരു ശാസ്ത്രം, പിന്നെ ഒരു ഈശ്വരനെ സേവിക്കുക. അപ്പോൾ എല്ലാ ഈശ്വരനെ സേവിച്ചിട്ടുള്ള ഫലം ശ്രീകൃഷ്ണ ഭഗവാനെ സേവിച്ചാൽ ലഭിക്കുന്നു എന്നാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? എല്ലാ യജ്ഞത്തിൻ്റെയും തപസ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്നെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാണ്.
അപ്പോൾ ഏകാദശി എന്നുള്ളത് വാസ്തവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന വ്രതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാൻ, 3 വിധത്തിലുള്ള ഭഗവാനെ കുറിച്ചിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നു. അതിനെ വളരെ നിഷ്കർഷയായിട്ട് പഠിച്ചിട്ടുള്ള ആചാര്യന്മാർ പറയുന്നു. അതായത് ഭഗവാൻ വൈകുണ്ഠമൂർത്തിയായിട്ട് ഭഗവാൻ ഇവിടെ പത്മനാഭസ്വാമിയായിട്ട് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമിയായിട്ട് വിരാജിക്കുന്നു. ആ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ വിസ്തരണമായിട്ടുള്ള അംശമായിട്ടുള്ള ഗർഭോദകശായി വിഷ്ണുവായിട്ടാണ് വിരാജിക്കുന്നത്. ആ ഭാവത്തിലാണ് ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഭഗവാൻ കാരണോദകശായി ആയിട്ടുള്ള ഭഗവാൻ വിഷ്ണു ഭഗവാൻ, അതാണ് തിരുവട്ടാറിൽ ആദികേശവ പെരുമാളായിട്ട് സാന്നിധ്യം ചെയ്യുന്നത്. ഭഗവാൻ ക്ഷീരോദകശായി ആയിട്ടുള്ള വിഷ്ണു ഭഗവാൻ ആണ് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തെ സാന്നിധ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒക്കെ ഈ വിഷ്ണു ദേവന്മാരുടെ മുഴുവൻ ഉത്ഭവസ്ഥാനം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ പല ക്ഷേത്രങ്ങളും നമ്മളുടെ ഈ ലോകത്തിലുണ്ട്. ഇന്ത്യയിൽ തന്നെ പല ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും ഏത് ക്ഷേത്രത്തിൽ പോകുന്നതിന് യാതൊരു വിരോധമില്ല. ഏത് ക്ഷേത്രത്തിൽ നമ്മൾക്ക് പോവാം, പ്രാർത്ഥിക്കാം. പക്ഷേ അതിൻ്റെ മുഴുവൻ മൂലസ്വരൂപം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഇപ്പോൾ പഴവങ്ങാടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാൻ എങ്ങനെയാണ് പ്രഥമഗണനീയനായിട്ട് മാറിയത്? ആ ഉണ്ണി ഗണപതി നിത്യവും സേവിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ്. കൃഷ്ണന്റെ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നു. യൽപാദ പല്ലവേഗം വിനിതായ കുംഭദ്വന്ദേ പ്രണാമ സമയേ സ ഗണാധിരാജ വിഘ്നാൻ വിഹന്തുമയകം. 3 ലോകത്തിലെയും വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നു. ആര്? ഉണ്ണി ഗണപതി ഭഗവാൻ എന്നാണ്. എപ്പോഴും ഭഗവാന്റെ തൃപ്പാദത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഉണ്ണി ഗണപതി ഭഗവാന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ, തുളസിയെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിന് മുഴുവൻ പൂജിച്ച ഫലമായി എന്നാണ്. അങ്ങനെ ലോകം മുഴുവൻ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ നിരന്തരം സേവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗണപതി എന്നും പ്രഥമഗണനീയനായിട്ട് മാറി എന്നാണ്. അതേപോലെ മഹാദേവൻ, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് മഹാദേവൻ. വൈഷ്ണവാനം യഥാശംഭു എന്ന് പറയുന്നുണ്ട്. അതേപോലെ ദേവി ജഗദംബിക ദേവി, സൃഷ്ടി സ്ഥിതി പ്രളയം ഇതിന് മുഴുവൻ കാരണമായിരിക്കുന്നത് സാക്ഷാൽ ദേവിയാണ്, ദുർഗാദേവി തന്നെയാണ്. ആ ദേവി ഭഗവാന്റെ സഹോദരിയായിട്ടാണ് പറയുന്നത് എന്നാണ്. അപ്പോൾ ഏത് ഈശ്വരന്മാർ നിങ്ങൾക്ക് സേവിക്കാം, അവരെല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പോൾ നമ്മൾ അവരോടൊക്കെ എന്ത് പ്രാർത്ഥിക്കണം? ഗണപതിയോട്, അതേപോലെ സുബ്രഹ്മണ്യ സ്വാമിയോട്, പിന്നെ ജഗദംബിക ദേവിയോട്, മഹാദേവനോട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? മഹാവിഷ്ണു ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത്? എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ് എന്നുള്ളത് കൊണ്ട് ആ കൃഷ്ണഭക്തി അനുഗ്രഹിച്ച് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മളുടെ ആഗ്രഹം അത് സാധിപ്പിക്കാൻ ആ ഭഗവാന്മാര് നമ്മൾക്ക് അനുഗ്രഹമായിട്ട് നിൽക്കും എന്നാണ് പ്രത്യേകത. ഏകാദശി വ്രതത്തിന് അനേകമുണ്ട്. ഈ വ്രതം എന്നുള്ളത് ഏകാദശി വ്രതം എന്നുള്ളത് ധർമ്മത്തിൽ, അതായത് പ്രമാണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് എന്നാണ്. നമ്മളുടെ ശാസ്ത്രങ്ങളാണ് പ്രമാണം എന്നാണ്. ഒരാളുടെ അച്ഛൻ ആരാണ് എന്ന് പറയാൻ അമ്മയേക്കാൾ കൂടുതൽ അവകാശം മറ്റൊരാൾക്കില്ല. അമ്മയാണ് അച്ഛനെ കാണിച്ചു തരാം. ഇതേപോലെ ഭഗവാനെ കാണിച്ചു തരുന്നതാണ് ധർമ്മശാസ്ത്രങ്ങള് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഏറ്റവും സന്തോഷിക്കുന്ന വ്രതം ഏതാണ്? ഏകാദശി വ്രതമാണ് എന്നാണ്. അപ്പോൾ ഏകാദശി വ്രതത്തിന്റെ ഉത്ഭവത്തിനെ കുറിച്ചിട്ടും പറയാറുണ്ട്. ശംഖാസുരൻ ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്നും വേദങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ്. മഹാവിഷ്ണു ഭഗവാൻ ശംഖാസുരനെ വധിച്ചിട്ട്
ആ വേദങ്ങളെ തിരിച്ചെടുത്തിട്ട് ബ്രഹ്മാവിന് തന്നെ സമർപ്പിച്ചു. ഇത് ഇത് ഒരു വലിയൊരു പ്രതികാര ബുദ്ധിയായിട്ട് മാറിയ ശങ്കാസുരന്റെ മകൻ മുരാസുരനെ എന്നാണ്. മുരാസുരൻ മഹാദേവനെ പ്രാർത്ഥിച്ചു, ഒരുപാട് തപസ് ചെയ്തു. മഹാദേവൻ അനുഗ്രഹിച്ചു. എന്ത്? വിഷ്ണുവിനെ വധിക്കാനായിട്ട്, വിഷ്ണു ഭഗവാനായിട്ട് യുദ്ധം ചെയ്യാനായിട്ടാണ് വരം വാങ്ങിയത്. അതിന് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് വരം വാങ്ങിയത്. മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ്. ആര് വരം ചോദിച്ചാലും മഹാദേവൻ കൊടുക്കും എന്നാണ്. അങ്ങനെ ഈ മുരാസുരനെ അതിനെ എതിർക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നു എന്നാണ്. ദേവന്മാര് അനുഗ്രഹമെല്ലാം കിട്ടിയിട്ട് ആദ്യം ദേവലോകത്തേക്കാണ് ചെന്നത്. ദേവന്മാര് പരാജയപ്പെട്ടു. ദേവന്മാര് അഭയത്തിന് വേണ്ടി മഹാവിഷ്ണു ഭഗവാനെ അഭയം പ്രാപിച്ചു. അങ്ങനെ മഹാവിഷ്ണു ഭഗവാൻ അഭയം പ്രാപിച്ച സമയത്ത് മഹാവിഷ്ണു ഭഗവാൻ മുരാസുരനായിട്ട് യുദ്ധം ചെയ്തു എന്നാണ്. യുദ്ധം ചെയ്ത് ഭഗവാൻ തോറ്റതുപോലെ അഭിനയിച്ചുകൊണ്ട് ഭഗവാൻ അവിടുന്ന് ഓടി എന്നാ പറയണത്. ഓടിയിട്ട് നല്ല ശീലമുണ്ട് ഭഗവാന്. അതായത് രുക്മിണി സമരത്തിന്റെ തൊട്ട് മുമ്പായിട്ട് ജരാസന്ധനായിട്ട് യുദ്ധത്തിൽ 18ാമത്തെ തവണ ഭഗവാൻ തോറ്റു എന്നുള്ള ഭാവത്തിൽ ഓടി നിരഞ്ജോടറായി എന്ന് ഭഗവാനെ കുറിച്ച് പറയാറുണ്ട്. അതേപോലെ ഭഗവാൻ യവനനിൽ നിന്നും ഭയപ്പെട്ടെന്നുള്ള പോലെ ഭഗവാൻ ഓടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ഓടിയിട്ടുണ്ട്. കാരണം എന്താണ്? ഭഗവാന്റെ ഒരു അഭിനയമാണ് ഈ ഭയപ്പെട്ടു ഓടുക എന്നുള്ളത്. ഭഗവാന്റെ ഒരു അഭിനയം തന്നെയാണ്. യശോദാദേവിയുടെ മുമ്പിൽ എത്രയോ തവണ ദാമോദര ലീലയിൽ ഭഗവാൻ ആ ഗോകുലത്തില് ഏതെല്ലാം ഇടവഴികളുണ്ടോ അതിൽ കൂടെയൊക്കെ ഭഗവാൻ യശോദാദേവിയെ ഭയപ്പെട്ട് എന്നുള്ള പോലെ ഓടിയിട്ടുണ്ട് ഭഗവാൻ. ഇപ്പൊ ഈ വിഷ്ണു ഭഗവാൻ ഓടി എന്നാ പറയണത്. ഓടിയിട്ട് ഒരു ഗുഹയിൽ പോയിട്ട് ഭഗവാൻ അവിടെ ശയിക്കുന്നു. അങ്ങനെ ശയിക്കുന്ന സമയത്ത് ഭഗവാന്റെ മുമ്പിൽ മുരാസുരൻ വന്നുകൊണ്ട് ഭഗവാനെ ഉപദ്രവിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് ഭഗവാനിൽ നിന്നും ഒരു വിശേഷപ്പെട്ട തേജസ് ഉണ്ടായി. ആ തേജസ് ഒരു ദേവിയായിട്ട് മാറി. ആ ദേവിയുടെ പ്രഭാവത്തിൽ മുരാസുരനായി പരാജിതനാവേണ്ടതായിട്ട് വന്നു. അങ്ങനെ പരാജിതനായിട്ടുള്ള മുരാസുരൻ നേരെ മഹാവിഷ്ണു ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് അഭയത്തിനായിട്ട് പ്രാർത്ഥിച്ചു. അധർമ്മമാണ് മുരാസുരൻ ചെയ്തത്. അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ആയുധങ്ങൾ പ്രയോഗിച്ച് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടരുത് എന്നാണ്. അധാർമികനാണ്. എന്നാലും തൻ്റെ പാദത്തിൽ ശരണം പ്രാപിച്ചിട്ടുള്ള മുരാസുരനെ ഭഗവാൻ മഹാവിഷ്ണു അഭയം കൊടുത്തു. ഞാൻ നിന്നെ കൊല്ലണില്ല എന്ന് പറയുന്നു. പിന്നെ ദേവിയോട് ചോദിച്ചു, ഭദ്രേ ആരാണ് നീയെന്ന് ചോദിക്കുന്നു. ഉടനെ ദേവി പറഞ്ഞു, ഏകദാസി എന്ന്. ഞാൻ ഒരു ദാസിയാണ് അവിടുത്തെ എന്ന് പറയുന്നു. അത് ഒരു ചാന്ദ്രമാസം അനുസരിച്ച് 2 പക്ഷങ്ങളുണ്ട്. അതിൽ 2 പക്ഷങ്ങളിൽ 11ാമത്തെ ദിവസമാണ് ഏകാദശം എന്നാ പറയുക. അങ്ങനെ ഏകദാസി എന്നുള്ള ആ ഒരു പേരാണ് ഏകാദശി ദേവിയായിട്ട് മാറിയത് എന്നാണ്. അപ്പൊ ഏകാദശിയുടെ ഉത്ഭവം ഏതാണ്? അപ്പൊ ഞാൻ എന്ത് വരമാണ് നിനക്ക് തരേണ്ടതായിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോ ദേവി പറയുന്നു, അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട വ്രതമായിട്ട് എന്നെ അംഗീകരിക്കണം എന്നാൽ എനിക്ക് സന്തോഷമായി എന്ന് പറയാണ്. അപ്പോൾ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ള ദേവിയാണ് ഏകാദശി ദേവി എന്നാണ്. ഈ ഏകാദശി വ്രതം ആരാണോ അനുഷ്ഠിക്കുന്നത് അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവും എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഈ ഏകാദശി വ്രതത്തിന്റെ പ്രത്യേകത എന്നാണ്. കാരണം ഒരു മാസത്തിൽ 2 ഏകാദശി എന്നാണ്. ആയുർവേദ വിധിപ്രകാരം ഒരു ദിവസം നമ്മൾ ആ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഉപവാസം ചെയ്യുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് എന്നാണ്. പിന്നെ സാത്വികമായിട്ടുള്ള ഭാവം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആഹാരത്തിന് നിയന്ത്രണം അത്യാവശ്യമാണ്. അങ്ങനെ സാത്വികമായ ഭാവത്തോടുകൂടെ അത് ആഹാരം നിയന്ത്രിച്ച്, പ്രത്യേകിച്ചും അതിൽ അന്നാഹാരം, അരി കൊണ്ടുള്ള ആഹാരം, ധാന്യങ്ങൾ അത് കഴിക്കുന്നത് അതിന് നിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അത് ഏകാദശി ദിവസം അന്നാഹാരം കഴിക്കുന്നവർക്ക്, അന്നം കഴിക്കുന്നവർക്ക്
അതുകൊണ്ട് പാപമാണ്. കാരണം പാപപുരുഷൻ ഈ അന്നത്തിലിരിക്കുന്നു. മുരാസുരനോട് ഭഗവാൻ പറയുന്നു, ഏകാദശി നിനക്ക് അഭയം തരം. എവിടെ? ഏകാദശി ദിവസം ആ അന്നം, അതായത് അന്നാഹാരം കഴിക്കുന്നവരുണ്ടല്ലോ, അവരിൽ നിനക്ക് ഇരിക്കാനായിട്ട് ഞാൻ ഒരു അഭയം തരാം എന്ന് പറയാണ്. അപ്പോൾ ഈ ഏകാദശി ദിവസം അരി കൊണ്ടുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, അരി പോലെ തന്നെ ഗോതമ്പ് അങ്ങനെയുള്ള ധാന്യങ്ങൾ നമ്മൾ കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ പാപപുരുഷൻ അതിൽ ലയിച്ചു കിടക്കുന്നു. നമ്മളിൽ ആസുരികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും. ആസുരികമായിട്ടുള്ള ചിന്തകൾ വരുന്നതോട് കൂടിയിട്ട് നമ്മൾ അതപ്പതിച്ചു പോകും എന്നാണ്. അപ്പോൾ ഒരു സാത്വികമായ ഭാവത്തോടു കൂടെ ഒരു ദിവസം വ്രതം എടുത്ത് ഭഗവാനെ സേവിക്കാനുള്ള പ്രത്യേക ദിവസമാണ് ഏകാദശി എന്നാണ്. അപ്പോൾ ഏകാദശി ദിവസം നമ്മൾ അന്നം, ആഹാരം അങ്ങനെയുള്ള ധാന്യങ്ങൾ കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ പറയുന്നു, മഹാഭാരതത്തിൽ പറയും, പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഏകാദശിയുടെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ട്. നമ്മൾ പശുവിൻ്റെ മാംസം കഴിക്കുന്ന അത്ര ദോഷം നമ്മളിൽ വന്നു ചേരുന്നു ഏകാദശി ദിവസം ഈ അന്നാഹാരം, ധാന്യങ്ങൾ ആഹാരമായിട്ട് കഴിച്ചാൽ എന്നതാണ്. അതേപോലെ പത്മപുരാണത്തിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നു, ഒരു അമ്മയെ, അതേപോലെ അച്ഛനെ, പിതാമഹന്മാരെ, ഗുരുനാഥനെ, അതേപോലെ പശുവിനെ, ഇവരൊക്കെ ഹിംസിച്ച ഫലം ലഭിക്കും ഏകാദശി ദിവസം ഈ ധാന്യാഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഒന്നും കഴിക്കണ്ടേ, ഏകാദശിയായിട്ട് നമ്മൾ ഒരാഹാരം കഴിക്കണ്ടേ? വാസ്തവത്തിൽ ഉപവാസം കിടക്കുകയാണ് വേണ്ടത്. പക്ഷെ ഉപവാസം പറ്റാത്തവർക്ക് അതിനും വിധിയുണ്ട് എന്നാണ്. എന്താണ് വിധി? ജലം കഴിക്കാം, ജലം കഴിക്കാതെ വെള്ളം കുടിക്കാം, പിന്നെ പാല് മുതലായിട്ടുള്ളത് കഴിക്കാം. തീരെ പറ്റാത്തവർക്ക് പാല് മുതലായത് കഴിക്കാം. അതല്ലാത്തവർക്ക് ഫല ആഹാരം കഴിക്കാം. ഒരു കാരണവശാലും അന്നാഹാരം, അരി ആഹാരം കഴിക്കരുത് ഏകാദശിക്ക് എന്നുള്ളത് ഏകാദശിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥയാണ്, അതിന് ഒരു ഫലമാണ് എന്നാണ്. അപ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടില്ല, പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട് ഏകാദശി വ്രതം എടുത്തുകൂടാ? അതേപോലെ 3 നിഷ്ഠകൾ എന്നാ പറയുന്നത്. ഒന്ന് നാമനിഷ്ഠ എന്നത്, ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നുള്ള ആ ഒരു നിഷ്ഠ. ഒരു 50 കിലോ ഉള്ള ആ ഭാരം എടുത്തു കൊണ്ടുപോകാൻ ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ 50 ഗ്രാമുള്ള ഒരു മാല, തുളസി മാല എടുത്തിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള നാമം ജപിക്കാൻ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഏകാദശി നിഷ്ഠ എന്നത്, പിന്നെ ഈ നാമനിഷ്ഠ എന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആത്മീയമായിട്ട് ഉയരാതെ ഇരിക്കില്ല എന്നാണ്. ഈ നിഷ്ഠകൾ നമ്മൾ ഇതേപോലെ ഭഗവാന്റെ ഒരു ക്ഷേത്രത്തിൽ ധാമനിഷ്ഠ എന്നത്, നമ്മളെ ഈ കേരളം, അതേപോലെ ഈ ഭാരതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഭഗവാന്റെ ധാമത്തിൽ താമസിക്കാൻ സാധിക്കുക, അത് നിഷ്ഠയായിട്ട് കണക്കാക്കുക. എവിടെ നമ്മൾ താമസിച്ചാലും ഇവിടെ ധാമമാക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇവിടെ പത്മനാഭസ്വാമിയുടെ ഈ അന്തരീക്ഷം ധാമമാണ്. സാത്വികമായ ഭാവത്തോടുകൂടെ ഏകാദശി നിഷ്ഠ നമ്മൾ സ്വീകരിച്ചു, തിരുനാമനിഷ്ഠ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ദിവ്യമായിട്ടുള്ള ധാമമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടും എന്നാണ്. ശ്രീ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം ചെയ്യുന്ന സ്ഥലം അത് ധാമമാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി താമസിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആരാണോ ഗുരുവായൂരപ്പൻ ആത്മാർത്ഥമായിട്ട് സേവിക്കുന്നത് അവര് ഭഗവാന്റെ ധാമത്തിലാണ് ഇരിക്കുന്നത് എന്നാണ്. ആ ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ചു കഴിഞ്ഞാലോ നമ്രാണാം സന്നിധത്തെ, ഭഗവാനെ നമസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ ഭഗവാൻ പൂർണ്ണമായും സാന്നിധ്യം ചെയ്യാതിരിക്കില്ല എന്നാണ്. അതേമാതിരി ധാമങ്ങളിൽ നമുക്ക് താമസിക്കാൻ സാധിക്കുമെങ്കിൽ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ്, എല്ലാ ഗ്രാമങ്ങളിലും എവിടെയും നമുക്ക് ക്ഷേത്രങ്ങൾ കാണാം. ആ ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിക്കാൻ സാധിക്കാറുണ്ട് മിക്കവാറും ആളുകൾക്ക്. അവനവന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭഗവാനെ സേവിക്കാൻ സാധിക്കും. വിഷ്ണു പ്രീതി
കൃഷ്ണപ്രീതി ഇതാണ് ഏകാദശിയുടെ ഉദ്ദേശം എന്നാണ്. അപ്പോൾ എല്ലാ ദേവന്മാരും അവിടെ പ്രീതിപ്പെടാതിരിക്കില്ല എന്നാണ്. ഏത് ക്ഷേത്രമാണെങ്കിലും അവിടെ നമ്മൾക്ക് അത് മുഴുവൻ ഭഗവാന്റെ ഭക്തന്മാരുടെ ക്ഷേത്രമാണ്. ഉണ്ണിഗണപതി ഭഗവാന്റെ ഭക്തനാണ്. അതേപോലെ മഹാദേവൻ ഭഗവാന്റെ ഭക്തനാണ്, ദേവി ഭഗവാന്റെ ഭക്തനാണ്, സുബ്രഹ്മണ്യ സ്വാമി ഭഗവാന്റെ ഭക്തനാണ്. ദേവി പല വിധത്തിലും ദേവിയുടെ ആ ചൈതന്യം കാണാൻ സാധിക്കും. അതായത് കുമുദ, ചണ്ഡിക, കൃഷ്ണ, മാധവി, കന്യകേതിച്ച, മായ, നാരായണി, ഈശാനി, ശാരദേത്തി, അംബികേതിച്ച, പല രൂപങ്ങളിലും ദേവി സാന്നിധ്യം ചെയ്യുന്നുണ്ട്. പല പല ദേവന്മാരുണ്ട്. അവിടെ മുഴുവൻ നമ്മൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടാൻ സാധിക്കും. കാരണം എന്താണ്? അതിൻ്റെ മുഴുവൻ മൂലസ്വരൂപമാരാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഏകാദശിയുടെ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയാൻ കാരണം എന്ത്? അതിനും കാരണമുണ്ടെന്നാണ് പറയുന്നത്. ദേവന്മാര് ഭയപ്പെട്ട് പരാജയപ്പെട്ട് ഓടിയല്ലോ, ആ സമയത്ത് അവർക്ക് സ്വർഗം അത് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അവർക്ക് തിരിച്ചു കിട്ടി സ്വർഗം എന്നുള്ളത് കൊണ്ട്. മറ്റൊരു കഥയും കൂടി ഇവിടെ നമ്മൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അയോധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിരുന്നു രുക്മാംഗദൻ എന്നാണ്. രുക്മാംഗദ മഹാരാജാവിന്റെ വിശേഷപ്പെട്ട പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിൽ അത്ഭുതകരങ്ങളായിട്ടുള്ള വിശേഷപ്പെട്ട പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. പുഷ്പങ്ങളുടെ സുഗന്ധം സ്വർഗലോകം വരെ എത്തിയിരുന്നു എന്നാണ്. സ്വർഗലോകത്തിൽ നിന്നും അപ്സര ഇതിന്റെ സുഗന്ധം അറിഞ്ഞിട്ടുള്ള അപ്സര സ്ത്രീകൾ, ദേവസ്ത്രീകൾ ഈ രുക്മാംഗദന്റെ ഈ കൊട്ടാരത്തിലെ ഈ പൂന്തോട്ടത്തിൽ വന്ന് പുഷ്പങ്ങൾ ശേഖരിച്ചിരുന്നു എന്നാണ്. അപ്പൊ എന്തായാലും ഈ പുഷ്പങ്ങൾ ആര് വേണമെങ്കിൽ ശേഖരിക്കട്ടെ, അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി സ്വർഗത്തിലേക്ക് പോവാണ് പുഷ്പങ്ങൾ, അതിനും വിരോധമല്ല രുക്മാംഗദ മഹാരാജാവിന്. പക്ഷെ ഒരു ദിവസം രുക്മാംഗദ മഹാരാജാവ് തൻ്റെ പ്രഭാതത്തിൽ ഈ പൂന്തോട്ടത്തിൽ വരുന്ന സമയത്ത് അവിടെ ഈ വരുന്നതിന് കുറെ മുമ്പേ തന്നെ ദേവസ്ത്രീകൾ വന്ന് പുഷ്പങ്ങൾ അത് മുഴുവൻ എടുത്ത് കൊണ്ടുപോവാൻ പുറപ്പെടുന്നു. പോയി അവരെല്ലാം വിമാനത്തിൽ കയറിയവര്. ആ വിമാനം ആകാശത്ത് കയറുന്ന സമയത്ത് ഉർവശിയുടെ വസ്ത്രം ഒരു കായം എന്നുള്ള അതുണ്ടല്ലോ, അതിൻ്റെ ഒരു മരത്തിൽ ഒരു മുൾ കുടുങ്ങിപ്പോയി എന്നാ പറയുന്നത്. അപ്പൊ ഈ ദേവലോകത്തിലെ അവരെല്ലാവരും സാത്വികമായ ആഹാരം കഴിക്കുന്നവരാണ്. അപ്പൊ സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുന്നവർക്ക് അതല്ലാതെ എന്തെങ്കിലും ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ അവരുടെ ശക്തി നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉർവശിക്ക് തൻ്റെ വസ്ത്രം ഈ കായം എന്നുള്ള വൃക്ഷത്തിന്റെ അതിൽ ഉടക്കി പോയത് കൊണ്ട് ഉർവശിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ സാധിക്കാതെ വന്നു. ഇവിടെ മനുഷ്യരെ കാണാനേ പേടിയാണ് ദേവന്മാർക്ക്, ദേവസ്ത്രീകൾക്കൊക്കെ എന്നാണ്. രുക്മാംഗദ മഹാരാജാവ് ചോദിച്ചു, അമ്മ ആരാണെന്ന് ചോദിക്കുന്നു. അമ്മ എന്നുള്ള വിളി കേട്ടപ്പോഴേക്ക് ഈ ഉർവശിക്ക് ഒരു സമാധാനം തോന്നി. ഉപദ്രവിക്കാൻ വരില്ലല്ലോ തന്നെ എന്ന് തോന്നി എന്നാണ്. അവരൊരിക്കലും മനുഷ്യരുടെ മുമ്പിൽ വരാറില്ല, കാരണം മനുഷ്യരെ വിശ്വാസമില്ല ദേവസ്ത്രീകൾക്ക് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അമ്മ ആരാന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഉർവശി പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെ ദേവതയാണ്, ഉർവശിയാണ്. എൻ്റെ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് എനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ദോഷം എനിക്ക് സംഭവിച്ചു. ആ ദോഷം വല്യാരാവണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ ഏകാദശി എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആ ഒരു ദിവസത്തെ ഒരു ഏകാദശിയുടെ ഒരു പുണ്യം എനിക്ക് നൽകിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുമെന്ന് ഉർവശി പറയാണ്. മഹാരാജ ചോദിച്ചു, ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ല പക്ഷിയാണോ എന്താണെന്ന് ചോദിക്കുന്നു. അത് എന്താന്ന് പോലും മഹാരാജാവിന് അറിയില്ല. ഉർവശി പറഞ്ഞു, ഏകാദശി എന്നുള്ളത് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട വ്രതമാണ്. ആ വ്രതം എടുത്തിട്ടുള്ള പുണ്യം ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും എന്ന് പറയാണ്. മഹാരാജാവ് തൻ്റെ മന്ത്രിമാരെ വിട്ട് അന്വേഷിപ്പിച്ചു പല സ്ഥലത്തും. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു സ്ത്രീയെ കണ്ടുകിട്ടി. ആ സ്ത്രീ തലേ ദിവസം ഏകാദശിയായിരുന്നു. അതിന് അന്നപാനം കിട്ടിയില്ല, ആഹാരം കിട്ടിയില്ല. അതിന് ആഹാരം കിട്ടാത്തത് കൊണ്ട് ഉറങ്ങാനും സാധിച്ചില്ല.
തലേ ദിവസം ഏകാദശിയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് ആ സ്ത്രീയെ കൊണ്ടുവന്നു മഹാരാജാവ്. എന്നിട്ട് മഹാരാജാവിൻ്റെ ആളുകൾ എന്നിട്ട് ഈ ഉർവശിക്ക് ആ പുണ്യം, ഞാൻ ഇന്നലെ ഏകാദശി എടുത്തിട്ടുള്ള വ്രതത്തിൻ്റെ പുണ്യം മുഴുവനിതാ അവിടത്തേക്ക് തരുന്നു എന്ന് സങ്കല്പിച്ച സമയത്ത് ഉർവശിക്ക് സ്വർഗലോകത്തിലേക്ക് തിരിച്ചു പോവാൻ സാധിച്ചു എന്നാണ്. അപ്പൊ ദേവന്മാർക്ക് സ്വർഗലോകം തിരിച്ചു കിട്ടി അസുരനിൽ നിന്നും എന്നുള്ളത് കൊണ്ട് അവര് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വർഗവാതിൽ ഏകാദശി എന്ന് ഇതിന് പറയാൻ സാധിക്കും. സ്വർഗവാതിൽ സാത്വികമായിട്ടുള്ള ഒരു ഭാവത്തിൽ കൂടെ നമ്മൾ നോക്കണേ, നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ ഒരു ദിവസം ഏകാദശി എന്നുള്ള ആ ദിവസം ഭക്ഷണം കിട്ടിയില്ല, ഉറങ്ങിയില്ല എന്നുള്ള പേരിൽ ആ പുണ്യം കൊണ്ട് തന്നെ ഉർവശിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ മഹിമ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കുകയാണെങ്കിലോ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിലോ അതിൻ്റെ പുണ്യം എത്രയാണ്, പറയാൻ ആവാത്തത്ര പുണ്യം അതിലുണ്ട്. കാരണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വ്രതമാണ് ഏകാദശി വ്രതം എന്നുള്ളത് കൊണ്ട്. വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാൻ വൈകുണ്ഠലോകത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ച് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരെ സ്വീകരിക്കുന്നു എന്നതാണ്. അതിന് ഒരു കഥ അതിനെക്കുറിച്ചും പറയാറുണ്ട്. ഭദ്രാവതി എന്ന പേരുള്ള ഒരു രാജ്യം, ആ രാജ്യത്തില് സുഖേതുമാൻ എന്ന പേരുള്ള ഒരു മഹാരാജാവ്, അദ്ദേഹത്തിന് ശൈബ്യ എന്ന അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര്. അവർക്ക് പുത്രൻ എല്ലാം ഉണ്ട്, സമ്പൽ സമൃദ്ധമാണ് രാജ്യം. പക്ഷെ അവർക്ക് പുത്രന്മാരുണ്ടായിരുന്നില്ല. ഈ പുത്രലാഭത്തിന് വേണ്ടി എന്ത് വേണമെന്നറിയാതെ രാജാവ് അനേകം വ്രതങ്ങൾ അനുഷ്ഠിച്ചു. അവസാനം ആ മഹാരാജാവ് വനത്തിൽ കൂടെ സഞ്ചരിക്കുകയാണ്. തൻ്റെ കുതിരപ്പുറത്ത് വനത്തിൽ കൂടെ സഞ്ചരിച്ച് അങ്ങനെ ചെന്ന സമയത്ത് അവിടെ ഒരു വലിയ തടാകം കാണുന്നു. ആ തടാകത്തിൻ്റെ അടുത്തായിട്ട് ഒരു പർണശാല, ഒരു ആശ്രമം കാണുന്നു. ആ ആശ്രമത്തിൻ്റെ മുന്നിലായിട്ട് ഒരു 3-4 മഹർഷിമാരിരിക്കുന്നതായിട്ട് കാണുന്നു. ഈ മഹർഷിമാരെ കണ്ടതോടുകൂടി മഹാരാജാവ് തൻ്റെ കുതിരപ്പുറത്ത് നിറങ്ങി മഹർഷിമാരെ നമസ്കരിച്ചു. ആ മഹർഷിമാർ ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാൻ ഈ ഭദ്രാവതി രാജ്യത്തിൻ്റെ രാജാവാണ്. അങ്ങയുടെ ഈ സഞ്ചാരത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ എല്ലാം വിരക്തി വന്നു എനിക്ക് ജീവിതത്തിൽ. കാരണം ഒരു സന്താനമില്ല, സന്താന സൗഭാഗ്യമില്ല. അതുകൊണ്ട് എനിക്ക് വിരക്തി വന്നു. ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ സന്യസിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ മഹർഷിമാർ പറയാണ്, നിങ്ങൾ ആരാണ് ചോദിക്കുന്നു? ഞങ്ങൾ വിശ്വദേവന്മാര് അവരുടെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് മഹർഷിമാരാണ്. ഞങ്ങൾ ഈ തടാകത്തിൽ സ്നാനം ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ 5ാമത്തെ ദിവസം ഏകാദശിയാണ്. ആ ഏകാദശിക്ക് പുത്രദ ഏകാദശി എന്നൊരു പേരും കൂടിയുണ്ട്. ഈ ഏകാദശി ദിവസം ഇവിടെ സ്നാനം ചെയ്ത് അങ്ങൊരു കാര്യം ചെയ്യൂ. അങ്ങ് പത്നിയോട് കൂടിയിട്ട് വിഷ്ണു ഭഗവാനെ പൂജിക്കൂ. മഹാവിഷ്ണു ഭഗവാനെ ഭക്തിയോടുകൂടെ പൂജിക്കൂ, വ്രതങ്ങൾ അനുഷ്ഠിക്കൂ, സ്നാനം ചെയ്യൂ, ഭഗവാന്റെ ദിവ്യമായ തിരുനാമങ്ങൾ ജപിക്കൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങേക്ക് ആ 10ാമത്തെ മാസത്തിൽ അങ്ങേക്ക് പുത്രൻ ഉണ്ടാവും എന്ന് മഹർഷിമാർ അനുഗ്രഹിക്കുകയാണ്. അതിനനുസരിച്ച് ഈ സുഖേതമാൻ എന്നുള്ള മഹാരാജാവ് ഈ തടാകത്തിൽ സ്നാനം ചെയ്ത് തൻ്റെ ആ കൊട്ടാരത്തിലേക്ക് പോയി അവിടെ വെച്ച് തൻ്റെ പത്നിയോടുകൂടെ വിശേഷപ്പെട്ട വ്രതം അനുഷ്ഠിക്കുകയാണ്. ഈ വ്രതനിഷ്ഠയോട് കൂടിയിട്ട് 5ാമത്തെ ദിവസം ഏകാദശി എന്നാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എന്താണോ ആഗ്രഹം അത് ഭഗവാൻ സാധിപ്പിക്കുന്ന പറയണത്. പല ആഗ്രഹങ്ങളും നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. ഭൗതികമായ പല ആഗ്രഹങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ ആഗ്രഹങ്ങൾ അതൊക്കെ എന്ത് നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാലും സഹതൈനവിന് നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ സർവം വ്യർത്ഥം മരണസമയേ, എത്ര വലിയ കോടീശ്വരനാണെങ്കിൽ പോലും ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതായിട്ട് വരും. സർവം വ്യർത്ഥം മരണസമയേ കൃഷ്ണ ഏവ സഹായ എന്ന് പറയും. ഇതെല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ട് പോകണം എന്നാണ്. അപ്പോൾ ഒരു നാമം ജപിച്ചൊരു തുളസിപ്പൂ ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ, ഒരു വ്രതം ഭഗവാൻ ഇഷ്ടപ്പെട്ട വ്രതം ഏകാദശി വ്രതം ഇത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ വൈകുണ്ഠത്തിലെ കവാടം നമ്മുടെ മുമ്പിൽ തുറക്കും എന്നാണ്.
അങ്ങനെ ആ ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് മഹാരാജാവ് ഭഗവാനെ പൂജിച്ചത് എന്നുണ്ടെങ്കിലും, വിഷ്ണു ഭഗവാനെ പൂജിച്ചത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ ഭൗതികമായ ആഗ്രഹം സാധിച്ചു. അതായത് 10 മാസമായപ്പോഴേക്ക് മിടുക്കനായിട്ടുള്ള ഉണ്ണി ഉണ്ടായി മഹാരാജാവിന് എന്നാണ്. പിന്നെ അദ്ദേഹത്തിന് അത് മാത്രമല്ല, അറിയാതെ അദ്ദേഹത്തിന് ഭഗവാനോട് ഭക്തി ഉണ്ടായി. ആ ഭക്തിയുടെ തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ മഹാരാജാവിന് ഈ കാണുന്ന ഭൗതികമായ എല്ലാ വിധത്തിലുള്ള വസ്തുക്കളും നശ്വരമാണ്, നശിക്കുന്നതാണ് എന്നുള്ളതും നശിക്കാത്തത് കൃഷ്ണഭക്തി, ഭഗവാനോടുള്ള ഭക്തിയാണ് എന്നുള്ളതും മഹാരാജാവിന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് മഹാരാജാവിന് തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് തീവ്രമായിട്ടുള്ള വിഷ്ണു ഭക്തി പരിപൂർണമായിട്ട് മാറി. വിഷ്ണുഭക്തി പരിപൂർണമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ എത്താൻ സാധിക്കുക? ഗോലോകം യോഗി ദുർലഭം, കൃഷ്ണന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ്. വൈകുണ്ഠത്തിന്റെ ഈ ഒരു പുത്രദായ ഏകാദശി എന്നുള്ളത്, വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നു, അത് വൈകുണ്ഠത്തിന്റെ കവാടം തുറക്കുന്നു നമ്മളുടെ മുമ്പിൽ എന്നാണ്. കുണ്ഠതയില്ലാത്ത ലോകം ഏതാണ്? വൈകുണ്ഠ ലോകം എന്നാണ്. എങ്ങനെയുള്ളവരാണ് അവിടെ എത്തിച്ചേരുക? നമ്മൾ പറഞ്ഞ ജ്ഞാനികളായിട്ടുള്ള, അതേപോലെ ആ വലിയ വലിയ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നവർ പറയാറുണ്ട്, ഭഗവാനായിട്ട് ലയിക്കുക, ഭഗവാനായിട്ട് മാറുക എന്ന് പറയാറുണ്ട്. ഒരിക്കലും ഭഗവാനായിട്ട് നമ്മൾ മാറണില്ല. ഭാവിത ധിയോ മനുജാസ്തദൈവം സംപ്രാപ്യ രൂപമഹിമാസനയാനഭൂഷാ സൂക്തേർയമേവ നിഗമൈ പരിവർദ്ധയന്തി ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭഗവാന്റെ ആ ലോകത്തിൽ ഭഗവാന്റെ പാർഷദനായിട്ട് മാറുക, ഭഗവാന്റെ ഒരു സേവകനായിട്ട് മാറുക. ഭഗവാന്റെ അതേ രൂപമായിരിക്കും. മഹിമ ആസന യാനഭൂഷാ, ഭഗവാൻ സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കാൻ സാധിക്കും. എന്നിട്ടോ അവർ വാസ്തവത്തിൽ താൻ ഭഗവാനായി മാറുകയല്ല ചെയ്യണത്, ഭഗവാന്റെ സേവകനായിട്ട് മാറിക്കൊണ്ട് നിരന്തരം ദിവ്യമായ സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നാണ്. വൈകുണ്ഠ ലോകത്തിന്റെ കവാടം നമ്മൾ തുറക്കണമെന്നുണ്ടെങ്കിൽ ഭൗതികമായ വസ്തുക്കളൊക്കെ നിസ്സാരമാണെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടായി തീരണം. ഇന്ന് ആലോചിച്ച് നോക്കാം, ഇന്നത്തെ കാലത്ത് ആ ബ്രാഹ്മമുഹൂർത്തം എന്താ എന്നുള്ളത് ആളുകൾക്കറിയോ? അറിയില്ല. ഇപ്പോൾ ന്യൂ ഇയർ എങ്ങനെയാ ആഘോഷിക്കുന്നത്? രാത്രി മുഴുവൻ 12 മണിക്ക് പടക്കം പൊട്ടിച്ച്, അങ്ങനെയാണ്. 12 മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസമായി വർഷം ന്യൂ ഇയർ ആവാണ്. അപ്പോൾ പടക്കം പൊട്ടിക്കുക. അത് മാത്രമല്ല, മിക്കവാറും ആളുകൾ, 80% ആളുകളും മദ്യപാനം ചെയ്ത് ലഹരിയിൽ, പ്രത്യേകിച്ച് മുന്നേറ്റ ചെറുപ്പക്കാര് അങ്ങനെ ലഹരിയില് ആ ബ്രാഹ്മം ഒരു 1 മണി 2 മണി 2:30 മണി വരെയൊക്കെ അങ്ങനെ കുടിച്ച് കൂത്താടി കൊണ്ട് നടക്കുക. മിക്കവാറും ആളുകൾ അങ്ങനെയാണ്. അതോ ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ എന്നാ പറയാം. ഇപ്പൊ ബ്രാഹ്മമുഹൂർത്തം അറിയോ? ബ്രാഹ്മമുഹൂർത്തം എന്താന്നുള്ളത് അറിയില്ല. സൂര്യൻ ഉദിക്കുന്ന 3:30 മണി കഴിഞ്ഞാൽ, രാവിലെ 3:30 മണി ബ്രാഹ്മമുഹൂർത്തമായി. ആ ബ്രാഹ്മമുഹൂർത്തം ആവുന്ന സമയത്ത് ഭഗവാൻ ആ സമയത്ത് ഉണരും എന്നാ പറയണത്. പത്മനാഭസ്വാമി ആ സമയത്ത് ഉണരും, ഗുരുവായൂരപ്പൻ ആ സമയത്ത് ഉണരും, എല്ലാ ദൈവദേവന്മാരും ആ സമയത്ത് ഉണരും. നേരത്തെ പൂജകളൊക്കെ നേരത്തെ ആരംഭിക്കുന്ന പറയണത്. ക്ഷേത്രങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുക. ലഹരി കയറിയിട്ടുള്ളവർ എപ്പോഴാണ് എഴുന്നേൽക്കുക? ന്യൂ ഇയർ ആഘോഷിക്കുന്നവർ എപ്പോഴാണ് എഴുന്നേൽക്കാറുള്ളത്? ഏകദേശം 8 മണി 9 മണിക്കൊക്കെ എഴുന്നേൽക്കുക. പ്രഭാതം, ബ്രാഹ്മമുഹൂർത്തം എന്താണെന്ന് അറിയില്ല, പ്രഭാതം എന്താന്നുള്ളത് അറിയില്ല. പിന്നെ പ്രദോഷം, 2 സന്ധ്യകൾ, പ്രാതസന്ധ്യ, സായം സന്ധ്യ, 2 സന്ധ്യകളിലാണ് ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ടുള്ള ചൈതന്യം ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. 2 സന്ധ്യകളും നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്. ചെറുപ്പക്കാരോട് അവരുടെ ജീവിതം അവർ നഷ്ടപ്പെടുത്തി കളയുന്നു. എത്ര കഷ്ടപ്പെട്ട രാംലല്ലയെ നമ്മളവിടെ അയോധ്യയില് അവിടെ പ്രതിഷ്ഠിച്ചത്, എത്രയോ ആളുകളുടെ പ്രാർത്ഥനയുടെ ജീവൻ ബലി കൊടുത്തിട്ടാണ് രാംലല്ലയെ, ഭഗവാനെ അവിടെ അയോധ്യയിൽ പ്രതിഷ്ഠിച്ചത്. എത്രയോ ക്ഷേത്രങ്ങള്, അത്രയോ ചെറുത്തുനിൽപ്പിന്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ അവസ്ഥ നമ്മൾ ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കാം എന്താണ് അവസ്ഥ വരിക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ മനുഷ്യ ജീവിതം വെറുതെ നമ്മൾ വ്യർത്ഥമാക്കി കളയണോ?
ഓരോ നിമിഷം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതത്തിൽ തിരിച്ചു വരണില്ല എന്നാണ്. അവസാനത്തെ നിമിഷം നമ്മൾ ചെയ്തിട്ടുള്ള ആ അവസാന കാലഘട്ടത്തിൽ ഈ കാണുന്ന യുവാക്കൾക്ക് ഇന്ന് കാണുന്ന യാതൊരു അവസ്ഥകളും ഉണ്ടാവില്ല. ഇതിന്നെല്ലാം അവശമായ അവസ്ഥയിൽ വന്നു ചേരും. അവശമായ അവസ്ഥയിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ കണ്ണ് കാണാതെയായി, ചെവി കേൾക്കാതെയായി, അതേപോലെ നടക്കാൻ പറ്റാതെയായി, പല പല അസുഖങ്ങളും വന്ന് ബാധിക്കുക. ഒരു കാര്യത്തിന് മാത്രം ഒരു ഉറപ്പില്ല. കാരണം മരണം എപ്പോഴാ മാടി വിളിക്കുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് യാതൊന്നും അറിയാതെ, ആത്മീയമായ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടും യാതൊരു ബോധവും ഇല്ലാതെ അവനവന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ജന്മത്തിന് ഒരു കുട്ടിയുടെ കയ്യിൽ വെള്ളാരം കല്ലും രത്നക്കല്ലും ഒന്ന് ചുറ്റിക്കഴിഞ്ഞാൽ രത്നക്കല്ലിന്റെ ആ ശോഭയെ അതിനെ മുഴുവൻ രത്നക്കല്ലിന്റെ അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് കുട്ടി വെറും വെള്ളാരം കല്ലെടുത്തിട്ട് കളിക്കും. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയുള്ള മനുഷ്യ ജന്മത്തിനെ നിസ്സാരമാക്കി കളയരുത് എന്നാണ് ആചാര്യന്മാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ നിസ്സാരമാക്കി നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം ഇനി ഇങ്ങനെ ഒരു ജന്മം കിട്ടിയെന്ന് വരില്ല. നരകത്തിലേക്ക് നരക യാതനകൾ ഇവിടെ അനുഭവിക്കുക. അത് മാത്രമല്ല, എത്രയെത്രയോ ജന്മങ്ങൾ നമ്മൾ നരകയാതന അനുഭവിക്കുന്ന പല 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 ആ ജീവികളായിട്ട് ജനിക്കേണ്ടതായിട്ട് വരും എന്നാണ്. അപ്പൊ ഇതൊന്നും ഓർക്കാതെയാണ് നമ്മൾ കിട്ടിയുള്ള മനുഷ്യജന്മത്തിന് നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. ഭഗവാൻ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കാനായിട്ട് ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾക്ക് ഈ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൂടാ? ഒരു 15 ദിവസം ഉണ്ട്. ഒരു ദിവസം നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മൾക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചുകൂടാ? ആ ദിവസം നമ്മൾക്ക് ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൂടാ? ഭഗവാൻ ധർമ്മശാസ്ത്രം നമ്മൾക്ക് തന്നിട്ടുണ്ട്, ഭാഗവതം തന്നിട്ടുണ്ട്, ഭഗവത്ഗീത തന്നിട്ടുണ്ട്, അനേകം ആചാര്യന്മാരുണ്ട്. അപ്പോ ഭാഗവതം എന്താണെന്നറിയാത്ത ആചാര്യന്മാരാണ് കൂടുതലും ഇന്നത്തെ കാലത്ത്. ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തില്. ഭഗവാന്റെ എങ്ങനെയാണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പറയുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ആചാര്യന്മാര് ഭാഗവതം പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാണ്? ഭഗവത്ഗീതയിൽ അഹം സർവസ്യ പ്രഭവ മത്ത സർവം പ്രവർത്തത എന്ന് പറയുന്നുണ്ട്. ഭഗവാനെ നിഷേധിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണെങ്കിൽ പിന്നെ എന്താ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അപ്പോൾ ആളുകളെ മിസ്ഗൈഡ് ചെയ്യുന്ന ഒരവസ്ഥ, അതിൽ നിന്നും ഒരു മാറ്റം വരണം നമ്മൾക്ക്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന തലമുറയെങ്കിലും നന്നാവണം, നേരെ ആവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. കുട്ടികൾക്ക് ആത്മീയമായ കാര്യങ്ങളെ കുറിച്ചിട്ട്, ഭഗവാനെ കുറിച്ചിട്ട്, ഭഗവാന്റെ നാമങ്ങളെ കുറിച്ചിട്ട്, ഭഗവാനെ സേവിക്കുന്ന ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛനും അമ്മയാണ് ഇതിനെ മുൻകൈ എടുക്കേണ്ടത്. പിന്നെ അധ്യാപകന്മാര് മുൻകൈ എടുക്കണം, ഗുരുനാഥന്മാര് മുൻകൈ എടുക്കണം. എന്നിട്ട് കുട്ടികളെ അവരെ ഇങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള സാത്വികമായ ഗുണത്തിലേക്ക് കൊണ്ടുവരണം. സാത്വികമായ ഗുണത്തിലേക്ക് ആ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾക്ക് ഭഗവാനായിട്ട് നമ്മളെ ബന്ധിപ്പിക്കാൻ സാധിക്കും. ഇതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സ്വർഗവാതിൽ ഏകാദശി എന്നത്, വൈകുണ്ഠ ഏകാദശി എന്നത്, പുത്രദ ഏകാദശി, മൂന്നും ഒന്ന് തന്നെയാണ്. ഏകാദശി വ്രതത്തിന്റെ ഈ കഥകളിൽ കൂടെ നമ്മൾ എത്തിച്ചേരുന്നത് അതിൻ്റെ പ്രാധാന്യം സത്യം അതാണ്. അതായത് ഭഗവാൻ സന്തോഷിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, വൈകുണ്ഠനാഥൻ, ശ്രീ ഗുരുവായൂരപ്പൻ, പത്മനാഭസ്വാമി എല്ലാവരും സന്തോഷിക്കുന്ന വ്രതം ഏതാണ്? ഏകാദശി വ്രതം. അത് അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരു ദിവസം ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ ഒരു ദിവസം ഭഗവാന് വേണ്ടി മാറ്റിവെച്ചാലോ അരനാഴിക മതി എന്നാ പറയും. ഒരു നാൾ അരനാഴിക ചിന്ത ചെയ്യവോ കരുണാവാരിധി ഇന്ദിരാമണാളം അത് താൻ പുനരൻപതും മറ്റരയും കൂടി വിശുദ്ധമാക്കുമല്ലോ. അപ്പോൾ അരനാഴിക നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കരുണാവാരിധിയാണ് ഭഗവാൻ. ഇന്ദിരാമണാളം എന്നാണ്. ഇന്ദിരാമണാള മഹാവിഷ്ണു ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ സേവിക്കുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ള 59.5 നാഴികയും ശുദ്ധമായിട്ട് മാറും. ഇന്ന് നമ്മൾക്ക് ഒരു 2 മിനിറ്റ് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ കിട്ടി എന്നുണ്ടെങ്കിൽ നാളെ അത് 3 മിനിറ്റായി മാറും.
അങ്ങനെ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന സമയത്ത് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ തിരുനാമ ജപം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. നാമനിഷ്ഠ വന്നു കഴിഞ്ഞാൽ ഏകാദശി നിഷ്ഠ വന്നു ചേരും. നമ്മൾക്ക് ഏകാദശി നിഷ്ഠ എന്ന് വന്നു ചേരും. നമ്മൾ അറിയാതെ വ്രതങ്ങളിലേക്ക് എത്തിച്ചേരും. ശ്ലോകം ഇല്ലാതാക്കണം. നമ്മൾ ശ്ലോകത്തിന്റെ അടുത്ത് നിൽക്കുക. ഏതാ ശ്ലോകം? ഈ ശ്ലോകത്തിൽ കൂടെ നമ്മൾക്ക് ഭഗവാനെ കൃഷ്ണനെ ലഭിക്കും, മഹാവിഷ്ണു ഭഗവാൻ ലഭിക്കും. കൃഷ്ണനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം നമ്മളിൽ ആ ഭഗവാനിലുണ്ട്, കൃഷ്ണനിലുണ്ട് എന്നാണ്. നമ്മൾ പറഞ്ഞല്ലോ 500 രൂപയിൽ എല്ലാ നോട്ടുകളും ചേർന്നിട്ടുണ്ട്. 10ന്റെ 20ന്റെയും 50ന്റെയും 100ന്റെയും നോട്ടുകളെല്ലാം ചേർന്ന ഫലമാണ് 500 രൂപയ്ക്ക്. ഇതേപോലെ കൃഷ്ണനെ സേവിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലും ദേവീദേവന്മാരും ഇവിടെ സന്തോഷിക്കും. ഏതേ ചാംശകലാപുംസ കൃഷ്ണസ്തു പ്രമാണാണ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം 3-ാമത്തെ അധ്യായം 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഏതേ ചാംശകലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ്. എല്ലാ അവതാരങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്, അവിടേക്ക് തന്നെ ചെന്ന് ചേരുന്നു എന്നത് വലിയൊരു പ്രമാണമാണ് ഇത്. ഈ പ്രമാണത്തിനെ, ഈ ശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് എല്ലാവരും സ്വർഗ കവാടം തുറക്കുന്ന ഏകാദശി, വൈകുണ്ഠത്തിന്റെ കവാടം തുറക്കുന്ന ഏകാദശി, ഇത് എവിടെ എത്തിച്ചേരുന്നു? ഗോലോകത്തിന്റെ കവാടം, കൃഷ്ണന്റെ ലോകത്തിലേക്കുള്ള കവാടം നമ്മൾ തുറക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് ഗുരുവായൂരപ്പനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു ഏകാദശി നമ്മൾക്ക് ജീവിതത്തിനൊരു വലിയൊരു മാറ്റം വരുത്തുന്ന അവസ്ഥയിലായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.